എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പെപ്പർ ചിക്കൻ റെസിപ്പിയാണ്. വെറും 7 ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പെപ്പർ ചിക്കൻ ഗ്രേവി റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇത് സാധാരണ നമ്മൾ കാണുന്ന രീതിയിലുള്ള ഒരു പെപ്പർ ചിക്കൻ റെസിപ്പി അല്ല, ഇതൊരു ഗ്രേവി ടൈപ്പ് പെപ്പർ ചിക്കൻ റെസിപ്പിയാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് തയ്യാറാക്കിയെടുക്കുന്നത് കൊണ്ട് തന്നെ ഇത് ബാച്ചിലേഴ്സിനും അതുപോലെ തന്നെ കുക്കിംഗ് പഠിച്ചു വരുന്നവർക്കുമെല്ലാം വളരെ ഈസിയായി തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. പെപ്പർ ചിക്കൻ ഗ്രേവി റെഡിയാക്കിയെടുക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ഞാനിവിടെ ചിക്കൻ 500 ഗ്രാം എടുത്തിട്ടുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു സവാളയാണ്. സവാള ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 10 അല്ലി വെളുത്തുള്ളി ആവശ്യമായിട്ടുണ്ട്. അത് ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂണാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് 1/2 ടീസ്പൂണാണ്, അത് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇത് പാകം ചെയ്യാൻ വേണ്ട വെളിച്ചെണ്ണ 50 മില്ലിയാണ്. 50 മില്ലി വെളിച്ചെണ്ണ നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായി വേണ്ടത് വേപ്പിലയാണ്. വേപ്പില 1 തണ്ട് വേപ്പിലയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇനി ഈ പെപ്പർ ചിക്കൻ ഗ്രേവിയുടെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഒരു കടായി വെച്ച് ചൂടാക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ച വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ വെളുത്തുള്ളി ഒന്ന് പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്തു വെച്ച സവാള ചേർത്ത് കൊടുക്കുക. സവാള ഒരു ബ്രൗൺ കളറായി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ സവാള ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ അല്പം മീഡിയം ലെവലിലേക്ക് കുറച്ച് വെക്കുക. അതിനുശേഷം നമുക്ക് കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി കുരുമുളക് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പോൾ കുരുമുളക് പൊടിയുടെ പച്ചമണം മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇതിപ്പോൾ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇത് നമുക്ക് 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. 2 മിനിറ്റ് കൂടുമ്പോൾ പാത്രത്തിൻ്റെ മൂടി തുറന്ന് ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ ഇത് അടിയിൽ പിടിച്ച് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ ഏതാണ്ട് 10 മിനിറ്റോളമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്തു വെച്ച കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് 5 മിനിറ്റ് കൂടി അടച്ചു വെച്ച് വേവിക്കുക. നമ്മുടെ പെപ്പർ ചിക്കൻ ഗ്രേവി ഏതാണ്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന പെപ്പർ ചിക്കൻ ഗ്രേവി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ തീർച്ചയായും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്.